ഹലോ, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് എൻ്റെ ഒരു മോർണിംഗ് ലൈഫ് എങ്ങനെയാണെന്ന് കാണിച്ചു തരാം കേട്ടോ. പൊതുവേ രാവിലെ കുറച്ചൊന്ന് റഷ് ആകാറുണ്ട്, പക്ഷേ ഇന്ന് തീരെ റഷില്ലായിരുന്നു. ഇതൊരു നോർമൽ പോലെ എനിക്ക് ഫീൽ ചെയ്തു. അതുപോലെ ഇന്ന് പതിവിൽ നേരത്തെ എഴുന്നേൽക്കുകയും ചെയ്തു, പക്ഷേ ഇന്ന് പണികളൊന്നും ഇല്ലായിരുന്നു. എല്ലാം പെട്ടെന്ന് തീർന്നു, ഒത്തിരി ടൈം ഉണ്ടായിരുന്നു. അപ്പം ഞാൻ വിചാരിച്ചു എനിക്ക് പിന്നെ ഇന്ന് എൻ്റെ ഒരു രാവിലെ എങ്ങനെയാണ് എന്നുള്ളത് ഷൂട്ട് ചെയ്ത് എല്ലാവരെയും കാണിക്കുക എന്നുള്ളത്. ഇന്ന് ഞാൻ പറഞ്ഞല്ലോ, ഇന്ന് പതിവിൽ നേരത്തെ എഴുന്നേറ്റു. പക്ഷേ എന്നും നേരത്തെ എഴുന്നേൽക്കുന്ന രണ്ടുപേരും എൻ്റെ ഹസ്ബൻഡും മോനുമാണ്. അവരാണ് രാവിലെ എഴുന്നേൽക്കുന്നത്. അവരെഴുന്നേറ്റ് അവരുടെ കാര്യങ്ങളൊക്കെ അവർ നേരത്തെ തന്നെ ചെയ്ത് വെക്കും. ബ്രഷിങ്ങും ഒന്ന് ഫ്രഷ് ആവുന്നതും ഡ്രസ്സ് ചേഞ്ചിങ്ങും ഒക്കെ. മോന് രാവിലെ തന്നെ ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്ത് ബ്രഷൊക്കെ ചെയ്ത് സോഫയിൽ ഇരിക്കുക കേട്ടോ. അവന് രാവിലെ മോയ്സ്ചറൈസർ ജസ്റ്റ് ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കും. അതൊക്കെ ചെയ്ത് അവരുടേതായ കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്താണ് ഞാൻ എഴുന്നേൽക്കുന്നുള്ളൂ. ഞാൻ എഴുന്നേറ്റ രാവിലെ ഒരു സ്നേഹപ്രകടനമൊക്കെ ഉണ്ട്. അതൊക്കെ കഴിഞ്ഞ് ഞാൻ മെല്ലെ എൻ്റെ കാര്യങ്ങളിലേക്ക് കടക്കും. ഞാനൊന്ന് ഫ്രഷായി ഡ്രസ്സൊക്കെ ഒന്ന് ചേഞ്ച് ചെയ്ത് എൻ്റെ കുക്കിംഗ് പരിപാടിയിലേക്ക്. ഞാൻ പറഞ്ഞല്ലോ, ഇന്ന് പൊതുവേ ഇന്ന് കാര്യമായിട്ടൊന്നും ഞാൻ കുക്ക് ചെയ്തിട്ടില്ല. അതുകൊണ്ടാണോ എന്നറിയില്ല, ഇന്ന് ഒരു ഈസി ഡേ ആയിരുന്നു, ഒരു ഈസി മോർണിംഗ് ആയിരുന്നു. രാവിലെ തന്നെ തലേന്ന് തന്നെ ഇഡ്ഡലിക്ക് വേണ്ട മാവൊക്കെ അരച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇഡ്ഡലിയാണ് ഇന്ന് ഉണ്ടാക്കിയത്. മോർണിംഗ് ബ്രേക്ക്ഫാസ്റ്റിന് ഇഡ്ഡലിയും തേങ്ങ ചമ്മന്തിയും. ചട്നി കുറച്ച് ലൂസായിട്ട്, നമുക്ക് കുറച്ച് ചാറ് പോലെ വേണം ചമ്മന്തി, അങ്ങനെയാണ് ഉണ്ടാക്കിയത്. അപ്പോൾ അതുണ്ടാക്കി. പിന്നെ ലഞ്ചിനേക്ക് ചിക്കനായിരുന്നു. തലേന്ന് തന്നെ ചിക്കൻ ഞാൻ കഴുകി മാരിനേറ്റ് ചെയ്ത് ഫ്രിഡ്ജിൽ വെക്കും കേട്ടോ. അപ്പോൾ അങ്ങനെ അതുകൊണ്ടാണോ എന്നറിയില്ല, ലഞ്ചും എല്ലാം പെട്ടെന്ന് കഴിഞ്ഞു. പിന്നെ ലഞ്ചിന് ഇന്ന് ഒത്തിരി കറികളൊന്നും ഇല്ലായിരുന്നു കേട്ടോ. ചിക്കൻ കറിയും പയറും തോരനുമാണ് ഉണ്ടാക്കിയത്. അതും ഉണ്ടാക്കി കിച്ചണൊക്കെ അപ്പം തന്നെ ക്ലീൻ ചെയ്ത് വെക്കട്ടെ. എനിക്ക് പണികൾ കഴിഞ്ഞാൽ അപ്പം തന്നെ കിച്ചൺ നീറ്റാക്കി വെക്കണം, ഇല്ലെങ്കിൽ എനിക്ക് അതൊട്ടും അക്സെപ്റ്റ് ചെയ്യാൻ പറ്റില്ല. എനിക്കൊരു സമാധാനം ഉണ്ടാവില്ല. അപ്പം തന്നെ എല്ലാം നീറ്റാക്കി വെക്കും. ഉണ്ടാക്കിയ പാത്രങ്ങളും എല്ലാം കഴുകി എല്ലാം ഒതുക്കി വെക്കും. ആ ചൂടോടെ തന്നെ, ശരിക്കും അങ്ങനെ ഒരിക്കലും ചെയ്യരുത് കേട്ടോ. ആരും ചൂടോടെ തന്നെ സ്റ്റൗ ഒന്നും ക്ലീൻ ചെയ്യരുത്. പക്ഷേ എനിക്ക് എന്താണെന്നറിയില്ല, അത് ഒട്ടും മാറ്റാൻ പറ്റുന്നില്ല ആ ഒരു സ്റ്റൈല്. എനിക്കപ്പം തന്നെ എല്ലാം ശരിക്കും പുക വരും ഞാൻ ക്ലീൻ ചെയ്യുമ്പോൾ. സ്റ്റൗവൊക്കെ ശരിക്കും ആ ചൂടോടെ ഒരിക്കലും ക്ലീൻ ആക്കരുത് കേട്ടോ. പക്ഷെ ഞാൻ അപ്പം തന്നെ എല്ലാം ക്ലീനാക്കി എല്ലാം ഒതുക്കി വെക്കും. പിന്നെ നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുന്ന ടൈമാണ്. ശരിക്കും ഒരു 8 മണി 8:30 നമ്മുടെ പൊതുവേ ബ്രേക്ക്ഫാസ്റ്റിൻ്റെ ടൈം എന്ന് പറയുന്നത്. ഇന്ന് പക്ഷേ 8 മണി ആകുമ്പോഴത്തേക്കും നമ്മൾ ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിക്കാനിരുന്നു. ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുമ്പോഴാണ് നമ്മുടെ വിശേഷങ്ങൾ, നാട്ടിലേക്ക് വിളിക്കുന്നതും എല്ലാവരോടും സംസാരിക്കുന്നത്. എല്ലാ ദിവസവും ആരെങ്കിലും വിളിക്കും. മിക്ക ദിവസങ്ങളിലും നാത്തൂനെയോ അമ്മേനെയൊക്കെ ആയിരിക്കും വിളിക്കുക. അപ്പം ആ സമയത്താണ് നമ്മുടെ നാട്ടിലേക്കുള്ള സംസാരവും കുടുവിനെ കാണുന്നതും ഒക്കെ ചെയ്യുന്നത്. പിന്നെ അപ്പോൾ തന്നെ എല്ലാം ക്ലീൻ ചെയ്ത് ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ച പാത്രങ്ങളൊക്കെ ക്ലീൻ ചെയ്ത് കിച്ചണൊക്കെ നീറ്റാക്കി ഏട്ടന് വേണ്ട ലഞ്ചൊക്കെ പാക്ക് ചെയ്ത് ഏട്ടനെ പറഞ്ഞു വിടും. ഏട്ടൻ പോയി കഴിഞ്ഞാൽ പിന്നെ ഇന്ന് കാര്യമായി, ഞാൻ പറഞ്ഞല്ലേ, കാര്യമായ പണികളൊന്നും ഇല്ലായിരുന്നു. തലേന്ന് രാത്രി ഞാനൊന്ന് അടിച്ചൊക്കെ വാരി വെച്ചിരുന്നു റൂമും കിച്ചണും ഒക്കെ. അതുകൊണ്ട് രാവിലെ ഞാൻ വിചാരിച്ചു എനിക്ക് പിന്നെ അടിച്ച് വാരണ്ടെന്ന്. പിന്നെ നല്ല മഴക്കോളും ഉണ്ടായിരുന്നു, നല്ല മഴക്കാറുണ്ടായിരുന്നു. അതുകൊണ്ട് ഉണങ്ങിയ തുണികളൊക്കെ ഉള്ളതൊക്കെ ഞാനൊന്ന് ജസ്റ്റ് ഒതുക്കി വെച്ചു. ഇന്നലെ തുണിയൊക്കെ വാഷ് ചെയ്തിരുന്നു. അപ്പം ഇന്നലെ മിനിഞ്ഞാന്നേ വാഷ് ചെയ്തതാണ് കേട്ടോ. ശരിക്കും ഇന്നലെ കുറച്ച് വെയിലുള്ളതുകൊണ്ട് തുണികളൊക്കെ എല്ലാം നന്നായിട്ട് ഉണങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ മഴ വരുന്നത് കണ്ടതുകൊണ്ട് ഞാൻ ആ ഉണങ്ങിയ തുണികളെല്ലാം ഒന്ന് മടക്കി വെച്ചു. പിന്നെ വേറെ കാര്യമായ പണികളൊന്നും ഇല്ലായിരുന്നു. ഞാൻ പറഞ്ഞല്ലോ, അടിച്ചു വരുന്നത് ഇനി പിന്നെ വൈകുന്നേരം ആകാമെന്ന് വിചാരിച്ചു. പിന്നെ മോനുമായിട്ട് കളിക്കാനിരുന്നു. പിന്നെ ഇനിയുള്ള സമയം മോൻ്റെ കൂടെയാണ് കേട്ടോ. ഇനി അങ്ങോട്ട് ഏട്ടൻ വരുന്നവരെ ഇപ്പം മാവുള്ളത് കൊണ്ട് രാത്രി ദോശയായിരിക്കും മിക്കവാറും. ചിക്കൻ കറിയും ബാക്കി ഉണ്ടാവും. അപ്പോൾ ഈ ഒരു മോർണിംഗ് സ്റ്റൈൽ ഇത്രയേ ഉള്ളൂ കേട്ടോ. താങ്ക് യു.